ദൈവകൃപയാൽ നമുക്ക് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. I praise God that He has blessed us to be in the fellowship of the saints. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നാണെന്ന് ഏറ്റുപറയാം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. Let us all recite together John chapter 3 verse 16. ഈ സന്ദേശം നമ്മൾ ആണ്ടിലൊരിക്കൽ ഡിസംബർ 25-നല്ല നമ്മൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർപ്പിക്കേണ്ടത് എല്ലാ ദിവസവും നമ്മൾ ഓർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. We are supposed to be reminding this message not just during Christmas but throughout the year. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Romans chapter 1 verse 5 to 7. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. Can somebody read it in English too, please? We received grace and apostleship to God all Gentiles to be obedience that comes from faith and His name's sake. And you also are among these Gentiles who are called to belong to Christ Jesus. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാണ്. That the truth that Jesus came to this earth is believable and it is good for everybody. 1-ാം നൂറ്റാണ്ടിൽ പൗലോസിന്റെ കാലത്ത് അന്നത്തെ ലോകത്തിൽ സുവിശേഷം എത്തുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. God used Paul and others to spread the gospel in the first century. എന്നാൽ ഇന്ന് നമുക്ക് ടെക്നോളജിയൊക്കെ വളരെ വർദ്ധമാനമായ രീതിയിൽ പിന്നീട് ഉണ്ടായെങ്കിലും ഈ സുവിശേഷം വേണ്ടതുപോലെ ജനങ്ങളുടെ അടുക്കൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. Even though we are advanced in much more technologically and all, the sad truth is that the gospel is not being spread as before. ഈ സമയങ്ങളിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മളാൽ ആവോളം ഈ സുവിശേഷം മറ്റുള്ളവരെ വ്യക്തമായി കേൾപ്പിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. We need to make a decision that we will be determined to spread this gospel. ജോൺസൺ ബ്രദർ പറഞ്ഞതുപോലെ എത്ര അന്ധവിശ്വാസത്തിലാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും ആയിരിക്കുന്നത്. Like Brother Johnson said, people are blind. Even those who are called Christians are blind spiritually. നമ്മൾ അവരെ ആരെയും ശപിക്കാനായിട്ടല്ല, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നതെന്ന് പറയുന്നു. We do not curse them, but we need to know that the faith comes through the hearing of the word, and the hearing of the word comes through വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മൾ അവരെ കേൾപ്പിക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരുവാൻ നമ്മളും അതുപോലെ കേട്ട് വന്നവരാണ്. When we share the gospel with them, the truth with them, they will change their minds. We also were like that and changed our hearts. റോമർ 1:5 നമ്മൾ വായിച്ചു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ദൈവപുത്രൻ ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവനാണല്ലോ ഞങ്ങൾ ഈ നിയോഗം പ്രാപിച്ചത്. Just like we read from Romans chapter 1 verse 5. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. വിശ്വാസത്തിന് അനുസരണം വരുത്താൻ സകല ജാതികളെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപ പ്രാപിച്ചു എന്നാണ് അവിടെ പറയുന്നത്. We have a great responsibility resting on us. As we read here, we need to share the gospel so that the Gentiles would listen and obey to the Holy Spirit. സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് to bring the truth of gospel to all Gentiles. ഞാനും നിങ്ങളും ബഹുദൂരം പോകാനുണ്ടെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന, നമ്മുടെ കർത്തവ്യത്തെ ഓർപ്പിക്കുന്ന ഒരു വചനമല്ലേ അത്? Doesn't this verse remind us that we have a long distance to go? ഒന്നാമതായി നമ്മൾ തന്നെ വിശ്വാസത്തിന് അനുസരണത്തിലേക്ക് വരണം.
First of all, we should come into the obedience of the gospel. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നുവെങ്കിലും നമ്മളും ഇന്ന് വേണ്ടതുപോലെ പലതും വിശ്വസിക്കുന്നവരല്ല. Even though the word of God has been given to us, we also are not perfectly believing in most of the. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നത്. We can only see ourselves when we stand before the mirror, which is the word of God. ഈ നാമതേ ക്രൈസ്തവ സ്നേഹിതരൊക്കെ ഈ വചനത്തിന് മുൻപാകെ നിന്നിരുന്നെങ്കിൽ അവരെ തന്നെ കാണുവാനും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാനും കഴിഞ്ഞേനെയായി. If these namesake Christians would have stood before this mirror of word of God, they would have seen themselves and they would have come to the real truth. നമ്മുടെ കടമ ദൈവത്തിന്റെ വചനത്തിന് മാഹാത്മ്യം അവരെ ഗ്രഹിപ്പിക്കുക എന്നുള്ളതാണ്. Our responsibility is to convince them of the truth of the gospel. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം തന്റെ പുത്രനെ 2000 കൊല്ലത്തിന് മുമ്പ് മനുഷ്യനായ ലോകത്തിലേക്ക് അയച്ചു. God sent his son 2000 years before to this world so that everyone who believes in him shall be saved. ഇവൻ മുസ്ലിം സ്നേഹിതരോട് സംസാരിക്കുമ്പോഴും നമുക്ക് ദാവീദിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കാൻ കഴിയും. അവരുടെ പുസ്തകത്തിലും ഇബ്രാഹിം നബിയെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ഒക്കെയുള്ള പരാമർശനമുണ്ട്. Even when we speak to Muslims, we can speak about Abraham and David, because in their book also Ibrahim and David is there. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയി പറയാനുള്ളത് എന്താണ്? ദാവീദിന്റെ സന്തതിയായി വന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനാണ് യേശു ക്രിസ്തു. But we have to go ahead, go forward and tell them that the son of David who came to this world died and got resurrected. ഇന്ന് നമ്മൾ 16-ാം സങ്കീർത്തനം ആരംഭത്തിൽ വായിച്ചു കേട്ടു. ദാവീദിന്റെ ആദ്യത്തെ സ്വർണ്ണഗീതമാണ് 16-ാം സങ്കീർത്തനം. The first golden song of David is the Psalm 16. ഗോൾഡൻ സാം എന്ന് നമ്മൾ പറയത്തക്ക നിലയിൽ അതിന്റെ ഉള്ളടക്കമൊക്കെ അത്ര ശ്രേഷ്ഠമേറിയതാണ്. It is so rich in its content, that's why it's called the golden psalm. 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങളുടെയും തലക്കെട്ട് സ്വർണ്ണഗീതം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Psalms 56 to 60 also we read, it is written golden psalms. എന്നാൽ ആദ്യത്തെ സ്വർണ്ണഗീതമാണ് 16-ാം സങ്കീർത്തനം. But Psalm 16 is the first golden psalm. ദാവീദ് അത് രേഖപ്പെടുത്തിയെങ്കിലും ദാവീദിലല്ല അത് പൂർണ്ണമായി നിവർത്തിയായത്. Even though David wrote it, it is not in David's life, it was fulfilled first. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ആ പ്രവചന നിവർത്തി യേശു ക്രിസ്തുവിലാണ് നിവർത്തിയായത്. The prophecy that your anointed will not see corruption was fulfilled in Jesus Christ. എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ യെരൂശലേമിൽ പോയപ്പോൾ ദാവീദിന്റെ കല്ലറ കാണാൻ കഴിഞ്ഞു. I saw David's tomb when I visited Jerusalem. അബ്രഹാമിനെയും സാറായെയും അടക്കിയ മക്ബേല ഗുഹ പോയി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. I also saw Machpelah cave where Abraham and Sarah was buried. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിലാണ് ആദ്യം സാറ മരിച്ചപ്പോൾ അബ്രഹാം ഹിത്യരുടെ 400 വെള്ളിക്കാശിന് ആ സ്ഥലം വാങ്ങിച്ച് അവിടെ പിതാക്കന്മാരെ അടക്കിയതായ ആ സ്ഥലം. In Genesis 23 we read that Abraham bought this land from Hittites and he buried Sarah in that cave. അബ്രഹാമിന്റെയും ദാവീദിന്റെയൊക്കെ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന യേശുവിന്റെ കല്ലറയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Now when Abraham's tomb or David's tomb is still closed, we see that Jesus' tomb is open. ഇന്ന് രാവിലെ നമ്മളിവിടെ ആരാധിക്കുമ്പോൾ ജീവിക്കുന്നവനായ യേശു നമ്മുടെ മധ്യത്തിലുള്ളതിൽ നമ്മൾ സന്തോഷിക്കുന്നു. So today morning when we are worshiping the Lord, Jesus is in our midst. ജോയ് ടു ദ വേൾഡ് എന്നുള്ള പാട്ട് പാടേണ്ടത് ഡിസംബർ 25-നല്ല നമ്മൾ പാടേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ കൂടെ നമുക്കത് പാടാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ അനേകർ ആ സന്തോഷത്തിലേക്ക് വന്നേനെയാണ്. We should sing this song Joy to the World not only during Christmas season but all throughout the year. അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതിയായി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമായി തന്റെ രക്ഷകനെ ലോകത്തിലേക്ക് അയച്ചു. God sent his son as a great savior to this world as the son of Abraham and son of David. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകത്തില്ല. അവൻ ജീവന്റെ അവകാശിയായി, സമൃദ്ധിയായ ജീവന്റെ അവകാശിയായി, നിത്യജീവന്റെ അവകാശിയായി അവൻ തീരുന്നു. Anybody who believes in Jesus Christ his son will never perish but shall attain life and abundant life. That is what the word says. വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയുമ്പോൾ the greatest opportunity ആണ് ആ വാക്ക് പറയുന്നത്. The word says anyone who believes in Christ. നമ്മുടെ സ്ട്രീറ്റിലുള്ള എല്ലാവരെയും കണ്ടെത്തി നമുക്ക് ദൈവത്തിന്റെ വചനം പറയാൻ കഴിഞ്ഞാൽ വിശ്വാസം വരാൻ സാധ്യതയുണ്ട്. If we
if we contact everybody in our street and share this good news, the faith of God will be in them. റോമർ 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ആരെങ്കിലും ഉറക്കെ വായിക്കുക. Romans chapter 10 verse 14. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? How then shall they call on him in whom they have not believed? And how shall they believe? കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. Like the servant of God reminded us, it is each and every one of our responsibility to share the gospel. അവിശ്വാസത്തെ ശവിച്ചത് കൊണ്ടായില്ല, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലുമാണ് വരുന്നത്. We just can curse whatever unbelief is there, but we have to share the good news too. റോമർ 10-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് വചനം നമുക്ക് സമീപമായി നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കണം. Like Romans 10 verse 8 says, the word is near to you in your mouth and in your heart. പൗലോസിന്റെ ആഗ്രഹം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന സഹോദരന്മാരെ അവർ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് എന്റെ ഹൃദയവാഞ്ചയും എന്റെ പ്രാർത്ഥനയുമാകുന്നു ദൈവം വെളിപ്പെടുത്തുന്നു. Oh, Paul writes in chapter 10, brethren, my heart's desire and prayer to God is Israel would be saved. യോഹന്നാൻ 3:16 ഏറ്റവും വലിയ സദ്വർത്തമാനമായിരിക്കുന്നതിന്റെ കാരണം എന്താണ്? മുഴുവൻ ലോക ജനതയെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ മനുഷ്യനായ ലോകത്തിലേക്ക് അയച്ചത്. Why is John chapter 3 verse 16 so great that says that the Lord loved the whole world? നമുക്ക് ജനത്തെ ഓർപ്പിക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ സകല പ്രശ്നത്തിന്റെയും പരിഹാരം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. We need to remind everybody that God has fulfilled all his work and through his son Jesus Christ. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശ്വാസം വരുമ്പോൾ അവർ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. So when they have the faith in Jesus Christ, they will call upon him. രണ്ടുപേരെ ഉള്ളതെങ്കിലും നമ്മുടെ നടുവിലുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ, റാഫ്റ്റർ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞാൽ അവൻ വിശ്വാസത്തിലേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയും. Even if only two people are there, if we know the presence of God, feel the presence of God, and we pray and we give an altar call, we will see that they will respond. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ദൈവകൃപ അപ്പോസ്തല പ്രവൃത്തി 14:1 നമ്മൾ വായിക്കുന്ന പോലെ ഒരു ദൈവകൃപ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I hope that we will all have the faith or the grace that is mentioned in Acts chapter 14. ആരെങ്കിലും ആ വചനം വായിച്ച് 14:1, please. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം അവൻ സംസാരിച്ചു. How it happened in Iconium that they went together to the synagogue of the Jews. A great multitude believed. നമുക്കെല്ലാവർക്കും വേണ്ട കൃപയാണ് വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിക്കാനുള്ള കഴിവ്. We all need that grace that we will be able to convince others of the truth. നമ്മുടെ ആട്ടിലും പരട്ടിലും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഉള്ള വിശ്വാസം ഇവിടെ പോകാറുണ്ട്. When they see us shaking and stumbling, they might lose the only faith they have. നമ്മുടെ മുൻപാകെ നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തി സർവ്വ ലോകത്തെക്കാളും വിലയേറിയ ആത്മാവാണെന്ന് നമ്മൾ ഓർക്കണം. We need to know that the person before us is more valuable than the whole world. ഓരോരുത്തരെയായി ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. May we receive the grace to bring one after another through the grace of God. ദൈവത്തിന്റെ ദാസനായ പൗലോസിന് വലിയ പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിപ്പാൻ ഉള്ള കൃപ ലഭിച്ച ആളായിരുന്നു. Paul got this grace and gift to speak and convince a great multitude. അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുക. എന്നാൽ ഒരാളിനെ കിട്ടിയാലും നമ്മൾ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ആരംഭിക്കണം. So when we get the chance to speak to a multitude, we use that gift. When we get one person, we use the gift to speak to one person. അവന്റെ രക്ഷയെ സംബന്ധിച്ച വചനം അവനെ കേൾപ്പിക്കുന്ന എത്ര സന്തോഷകരമായ കാര്യമാണ്. How great rejoicing matter is that we share the good news of God. യോഹന്നാൻ 3:16 ഏറ്റവും വലിയ സ്നേഹവാനും ഏറ്റവും വലിയ
ദാതാവുമായ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. We see the great giver of God, great giver, the God, in verse John chapter 3 verse The 16. greatest lover and greatest giver. The greatest lover and greatest giver. എന്താണ് അവൻ നമ്മളെ സ്നേഹിച്ച് നമുക്ക് തന്നത്? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ. What did he give us? His son Jesus Christ. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ദൈവം തന്റെ പുത്രനെ നമുക്കായി 2000 കൊല്ലത്തിന് മുമ്പ് അയച്ചതാണ്. What is the greatest gift? That he gave his son. ദാവീദിന്റെ സന്തതിയായി, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവോത്തരന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവൻ. According to flesh, he was born in David's lineage, but as he died and resurrected, he was called the Son of God. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നുകൂടെ വിശദീകരിക്കണം. If you cannot feel the presence of the resurrected Christ, we need to examine ourselves again. യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മൾ പിന്നെയും അവനെ അവരോധിക്കണം. We should again exalt him as the Lord of our life. 1 പത്രോസ് 3:14-15 വാക്യങ്ങൾ അതാണ് നമ്മളെ ഓർമ്മിക്കുന്നത്. 1 Peter chapter 3 verse 14 and 15 reminds us of that. ആരെങ്കിലും അത് വചനം വായിക്കുക. Somebody please read it. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി അതിന്റെ ഒടുവിലത്തെ ഭാഗം യേശു ക്രിസ്തുവിനെ കർത്താവാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. Can somebody read it in English please? 3:14 and 3:14 last part. But sanctify Christ in your heart as the Lord. ക്രിസ്തുവിനെ കർത്താവായി നമ്മൾ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പീൻ. No, sanctify the Lord Jesus as your Lord in your hearts. അതിന്റെ 15 വാക്യം പറയുന്നത് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. Always be ready to share with fear and humility to anybody who questions you about your faith. നമ്മളെ കാണുന്ന ആളുകൾ എപ്പോഴും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ, മഹത്തായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും, ഈ മഹത്തായ കാര്യങ്ങളുടെയൊക്കെ രഹസ്യം എന്താണ്? When we speak to somebody, they examine us, they check us out, and they always ask us, what is the secret? ദൈവം നമുക്കെന്ന വിശ്വാസം ശ്രേഷ്ഠമേറിയ വിശ്വാസമാണ്. The faith God gave us is a very valuable and precious faith. നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം മഹാസ്നേഹമാണ്. The love we love others is a great love. അവര് തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയുവാൻ, ഈ പ്രത്യാശയെ കുറിച്ച് പറയുവാൻ ന്യായം എന്താണ്? And then they will ask us, why are you doing this, sharing this with us? നമുക്ക് ഈ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവരെ അത് ആകർഷിക്കത്തുള്ളൂ. We need to have this faith and love and a passion, then only we can convince them. നമ്മുടെ കർത്താവായ യേശു തീരണം, എല്ലാ രംഗങ്ങളുടെയും കർത്താവായ അവൻ തീരണം. So Jesus Christ should be the Lord of every phase of our life. അപ്പോൾ നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയും. So we can then give witness the Lord from our experience. ഏത് മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള വ്യവസ്ഥ എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. What is the basic condition to accept Lord? That is to believe that the Lord died for you and testify with your mouth. ആദ്യമായി രക്ഷിക്കപ്പെടുവാനുള്ള വ്യവസ്ഥ വളരെ സിമ്പിളാണ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. The first condition is so simple, believe. ആദ്യം നമ്മൾ ഒരു പാഴ്ചായം കൊടുക്കണ്ട, ഒരു മലയും പോകണ്ട, ഒരു വയലും നടക്കണ്ട. You don't have to go through pilgrimages or you don't have to do any extra work. ആയിരിക്കുന്ന സ്ഥാനത്ത് അവന് വിശ്വസിക്കുവാൻ കഴിയും. Oh, you believe wherever you are. ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയും. To receive Jesus into your heart, you can do that. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ അവൻ ലഭിക്കുന്നു. And he redeems everybody who believes. ആ നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കുന്നു. And this person enters into the eternal life. അതിന്റെ അന്ത്യം അവസാനമാണെങ്കിൽ തന്നെയും നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. Even though it is the end, he is entering into the eternal life. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാത്തവന് ജീവനെ കാണുകയില്ല.
ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. Those who believe in the Lord will have life, and those who do not believe will not have life. But the anger of God, wrath of God resides upon that person. ആരും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ വീണ്ടും ഈ ഭൂമിയിലേക്ക് അയക്കാൻ താമസിക്കുന്നത് നമുക്കറിയാം. We know that the Lord is tarrying because He wants everybody to be saved. എത്ര സ്നേഹവാനായ ദൈവം! What a loving God! വിശ്വസിക്കുന്ന ഏവനും, Though everyone who believes. നമുക്ക് 100 പേരെ കാണാൻ കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്നെങ്കിൽ ആ 100 പേർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും. If we see 100 people and He can save 100 people. വിശ്വസിക്കുന്ന ഏവനും, Anybody who believes. വിശ്വസിക്കുന്ന ഏവനും, Anybody who believes. whosoever believeth, the greatest opportunity ആണ് ആ വാക്ക് കാണിക്കുന്നത്. Whosoever believeth. Anybody, everybody. എത്ര വലിയ വാഗ്ദത്തമാണ്! അവൻ നശിച്ചു പോവുകയില്ല. What a great promise that അവന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ ദൈവം നൽകുന്നു. God will fulfill His promise in his life. ദൈവത്തെയും ദൈവപുത്രനെയും ഒരുമിച്ച് ചേർത്തുള്ള ഒരു വചനമാണ് എഫേസ്യർ 1:3 Ephesians 1:3 combines God and the Lord. ആത്മീയമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ When the Lord, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ വായിക്കുന്നു. we read that God who has blessed us through Jesus Christ with every spiritual gifts in heaven. യേശു ക്രിസ്തുവിനെ അറിയുന്ന മുഖാന്തരം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമുക്ക് നിറയപ്പെടാനുള്ള സാധ്യതയാണ് ആ വചനത്തിൽ പറയുന്നത്. So in that verse it says that because of knowing Christ we are blessed with every spiritual blessings in heaven. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മുഖാന്തരം ഭൗതിക വിഷയങ്ങളുള്ള ബന്ധത്തിലെ ഒരു വചനമാണ് റോമർ 8:32. There is an earthly version, Romans 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? The one who gave his own son to us for us want to give everything that is needed for us. ഭൗതികമായ ആവശ്യങ്ങൾ ഇരിക്കുന്നവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ദൈവം പുത്രനെ അയച്ചതായ ദൈവം. And we can encourage others the same way that God is a God who provides for everybody who follows Him. മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളെ അവഗണിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. God is not a God who ignores our earthly needs. പക്ഷെ നമുക്ക് അവരെ ആഹ്വാനം ചെയ്യുവാൻ കഴിയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? The one who gave us His only Son without considering Him, and won't He give everything that is needed for us? ഞങ്ങൾ ശുശ്രൂഷിച്ച സഭകളിലെ പാവപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഒരു സെന്റ് സ്ഥലവും വീടുമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. When I was ministering back in Kerala, there were people without a cent of a plot or a house. പക്ഷെ ഈ വചനങ്ങൾ കൂടെ കൂടെ ആഹ്വാനം ചെയ്ത് കേൾപ്പിച്ചു മുഖാന്തരം അവരെല്ലാം അവരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ ശക്തി പ്രാപിച്ചു. But when I repeatedly spoke out these verses, they all gained the strength to get what they needed. സ്വന്തം പുത്രനെ ആദരിക്കാതെ കാൽവരിയിൽ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? The one who did not respect but gave over His only Son for us, won't He give everything that is needed for us? നമ്മുടെ ആവശ്യം എന്തായിരുന്നാലും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും ദൈവപുത്രനെ നൽകിയതായ ദൈവം അവനോട് കൂടെ സകലവും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. The one who has given us Jesus Christ, along with Jesus Christ, He has promised us everything. യഹൂദനെന്നും യവനെന്നും ദൈവത്തിന് വ്യത്യാസമില്ല. God doesn't have a consideration of the Jew. കർത്താവെല്ലാം ഒരുവൻ തന്നെ. For God everybody is saved. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാകുന്നു. He is rich enough to bless anybody who calls upon His name. നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് അറിയുവാൻ ഈ പുസ്തകമാണ് നമ്മളെ സഹായിക്കുന്നത്. The Bible helps us to know how great our God is. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, The one who created the heavens and the earth in the beginning. അവന്റെ നിത്യശക്തിയും ദൈവത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മുടെ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്ന ആ ദൈവത്തെ അറിയുവാൻ സഹായിക്കുന്ന പുസ്തകം ഈ പുസ്തകമാണ്. This Bible helps us to know the power of God. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് വായിക്കുവാനും പഠിക്കുവാനും മെമ്മറൈസ് ചെയ്യുവാനും പിന്നെയും അവരെ പ്രോത്സാഹിപ്പിക്കുക. Encourage our children to read and learn this word. ദൈവവിശ്വാസം വരാൻ വേറെ ഒരു മാർഗവുമില്ല.
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. There is no other way to get faith. Faith comes through the hearing of the word and the word of Jesus Christ. ഞാൻ നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നത് മുഖാന്തരം ഈ സഭയുടെ അതിര് പിന്നെയും വിശാലമാകാൻ സാധ്യതയുണ്ട്. As we are growing in Christ, the boundaries of this church will be enlarged. സുവിശേഷത്തിന്റെ വർധനവിന് വർദ്ധിച്ചു വരുവാൻ സാധ്യതയുണ്ട്. The gospelization will be widened. യോഹന്നാൻ 3:16 ദൈവം വലിയവനായ ദൈവമാണ്. John 3:16, God is a great God. മുഴു ലോകത്തെ സ്നേഹിച്ച ദൈവമാണ്. The God who loved the whole world. വിവിധ ഭാഷക്കാരെ എല്ലാം സ്നേഹിച്ച ദൈവമാണ്. The God who loved every language. നിങ്ങൾക്ക് എല്ലാവർക്കും വിവിധ ഭാഷക്കാരോട് സംസാരിക്കാനുള്ള ഭാഷ ദൈവം തന്നിരിക്കുന്നതാണ്. ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. praise God that God has given you the skill to communicate with every language. ആത്മാവിനെ കാണുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നവൻ സർവ്വലോകത്തെക്കാളും വലിയതാണ്. പുത്രൻ താൽവരിയിൽ വേദനയേറ്റ് മരിക്കുവാനിടയായി തീർന്നത്. But when we see anybody, know that God loves this person more than any, and He's valuable than the whole world. എന്നാൽ അവൻ മരിച്ചവൻ മാത്രമല്ല, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ കൂടെയും വചനത്തിൽ കൂടെയും നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട് എന്ന് പറയുന്നു. But we need to say that He is not just a dead God, but He is resurrected and He is here in the midst of നിന്റെ us. ആവശ്യം എന്താണെങ്കിലും വിശ്വസിച്ചാൽ നിനക്ക് സൗഖ്യം പ്രാപിക്കാം, നിനക്ക് വിടുതൽ പ്രാപിക്കാം, നിനക്ക് അനുഗ്രഹം പ്രാപിക്കാം. You can get healing, you can get blessing if you believe in Jesus Christ. ഏറ്റവും വലിയ അനുഗ്രഹം പുതിയ ജീവനിലേക്ക് അവൻ പ്രവേശിക്കുന്നതാണ്. The greatest blessing is that He is entering into a new life. നിക്കോദെമോസ് യേശുവിന്റെ അടുക്കൽ വന്നു. അന്ന് രാത്രിയിൽ തന്നെ ആ പുതിയ ജീവൻ പ്രാപിച്ചുകൊണ്ട് അവൻ കടന്നുപോയി. When Nicodemus came to Jesus Christ, that night itself He got a new life. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. Whomsoever believeth, he does not perish. നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവനിലേക്ക് പ്രവേശിച്ചവരാണെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God that we all have entered into that new life. അന്ന് ഞാൻ പ്രസംഗിച്ചതുപോലെ ഈ നിത്യജീവനെ നാം പിടിച്ചുകൊള്ളണം. Hold on to that new life. വിശ്വാസത്തിന് നല്ല പോർ പൊരുതണം. Oh, fight the good fight. സ്നേഹത്തിന്റെ നല്ല പോർ പൊരുതണം. The good fight of love. വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയത് സ്നേഹമാണ്, പക്ഷെ ആദ്യത്തേത് വിശ്വാസമാണ്. Faith, hope and love stands forever. But love is the greatest, but faith is the first one. ആരും കേൾക്കാതെ നമുക്ക് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. We can pray in tongues without anybody listening to us. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. Those who speak in other tongues, they speak to God, not to വളരെ anyone. പ്രയാസമേറിയ സാഹചര്യത്തിലാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നപ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. When we are facing big times, but tough times, we speak to God. പക്ഷെ ദൈവം മറിച്ച് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഈ പുസ്തകത്തിൽ കൂടെയാണ്. But God speaks back to us through this word. Read the Bible, study the Bible, obey the Bible, believe the Bible, meditate the Bible, memorize the Bible, preach the Bible, teach the Bible. ദൈവവചനം വിശ്വസിക്കുക, വായിക്കുക, പഠിക്കുക, വിശ്വസിക്കുക, അത് പ്രസംഗിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദൈവത്തിന്റെ വചനവുമായി വ്യക്തമായി ബന്ധപ്പെടട്ടെ. Let our children be always in communication with the Lord. നമുക്ക് എപ്പോഴും അവരോടുകൂടി ഇരിക്കാൻ കഴിയത്തില്ല, പക്ഷെ ദൈവം അവരോടുകൂടെ തന്റെ വചനത്തോടുകൂടെ അവരോടുകൂടി We ഉണ്ടായിരിക്കും. cannot always be with our children, but God and His word can be with our children. ദാവീദ് പറഞ്ഞു, David said like this, കർത്താവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. because I have called upon you, protect me. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. I do not have any blessing apart from ഭൂമിയിലെ you. വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. Oh, your sayings are my joy. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. I have kept my Lord always in front of അവൻ me. എന്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. I shall not be shaken because എനിക്ക് He is on ബുദ്ധി my ഉപദേശിച്ച right hand. യഹോവയെ ഞാൻ വാഴ്ത്തും. I praise God. രാത്രി കാലങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. Even in the night, your Holy Spirit advises me. ആധുനിക കാലത്ത് ഈവനിങ് യൂണിവേഴ്സിറ്റി ഉണ്ട്. We have evening universities in this. പക്ഷെ രാത്രി 9 മണിയാകുമ്പോൾ അതും അടയ്ക്കും. പക്ഷേ രാത്രിയിൽ നമുക്ക് ബുദ്ധി അറിഞ്ഞു വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം. But the evening university closes at 9 o'clock, but this university never closes down. ജീവന്റെ വഴി അവൻ നമുക്ക് കാണിച്ചു തരും. He will show us the path അവന്റെ of സന്നിധിയിൽ life. സന്തോഷ പരിപൂർണതയുണ്ട്. Oh, the perfect love and joy. അവന്റെ വലതുഭാഗത്ത് നിന്ന് പ്രമോദങ്ങളുണ്ട്. On His right hand is pleasures. ആ അടുത്ത വചനം യേശു ക്രിസ്തുവിലാണ് നിവൃത്തിയായത്. The next verse is fulfilled in Jesus Christ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്കും പ്രത്യാശയുണ്ട്. Through Jesus Christ we also have hope. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. We all shall not sleep. അന്ത്യകാലനാർത്തിങ്കിൽ
At the end, when the trumpet sound, പെട്ടെന്ന് കണ്ണിമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധ്യതയുണ്ട്. so fast we will change, transfigure. എന്നാൽ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. We do not know when it is going to നമ്മുടെ happen. വേല തികച്ചാൽ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വേല തികച്ചാൽ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വേല തികച്ചാൽ Once we fulfill our ministry, we can enter into that hope. ദൈവമക്കൾക്ക് അത് ലാഭമായിരിക്കും. Oh, it is a gain for us. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ദൈവത്തിന്റെ ദാസന്മാർ പറയുവാനിടയായിത്തീർന്നു. Oh, the servants of God will always say, for me to live is Christ and dying is gain. വിശ്വാസികൾ മരണത്തെ പ്രത്യാശയുടെ അനുഭവത്തിൽ കാണണം. Oh, we believers should have a hope. പക്ഷെ നമ്മളെ ഈ ഭൂമിയിൽ ഓരോ ദിവസവും വെച്ചിരിക്കുന്നതിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അവന്റെ സാക്ഷികളായി തീരുവാൻ. But there is only one purpose in us remaining on this earth, to be his witnesses. എന്റെ ഒരു സ്നേഹിതൻ 68 വയസ്സുണ്ടായിരുന്ന ആള് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കാറ്റിട്ടുണ്ടായി. ഞാനും ഇവിടെ പരിശ്രമിച്ച ഒരു സഭയുടെ പാസ്റ്റായിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ വേല കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം പോയി. നാളെയാണ് ട്രിവാൻഡ്രം ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ. One of my colleagues who was preaching in the same church as where I was, he was 68 years old, had a heart attack, and then his ministry was fulfilled. He entered into the eternal life, and tomorrow is his funeral. നമുക്ക് ഓരോ ദിവസവും തരുന്നത് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. There is a purpose in every day. നാളെ അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുക. Each day we proclaim his witness. 2000 കൊല്ലമായി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ വാർത്ത വ്യക്തമായി ഇനിയും നമ്മുടെ അയൽവാസികൾ കേൾക്കാനുണ്ട്. Our neighbors should hear this good news which God has given us 2000 years before. Go and spell this good news to our friends. പോയി ഈ സദ്വർത്തമാനം അവരോട് അറിയിക്കുക. ആളുകളെ പരിചയപ്പെടുക. Or get to know people. സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി ആദ്യം അവരുടെ മേലിട്ട് പരിചയപ്പെടുക. Give them a smile and then introduce you, then get to know them. അവസരം കിട്ടുന്നത് പോലെ ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിലേക്ക് കടത്തുക. As you get the opportunity, share the word of നാം God. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും സർവ്വലോകത്തെക്കാൾ വിലയേറിയവരാണ്. Every person we come across is more precious than this whole world. ആളുകൾ വെളിച്ചത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. Let our heart be full of joy when we see them coming. മനുഷ്യന്റെ സകലവിധ പ്രശ്നത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. Every problem finds a solution in Jesus Christ only. That is the message. Gospel is God's only Son provides eternal life. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ സുവിശേഷം രക്ഷ നൽകുന്നു. യേശു ക്രിസ്തു ഇല്ലാതെ എത്രയോ പേര് നിത്യമരണത്തിലേക്ക് പോകുന്നു. Without Jesus, how many are going to eternal death? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. I know I am sharing simple things with you. നമ്മുടെ വിശ്വാസം ഇന്ന് പകൽക്കാലം വീണ്ടും വർദ്ധിക്കട്ടെ. But let our faith increase in the Lord. നമുക്ക് സമീപസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. Let us recognize the presence of God who is so close to us. നിത്യജീവൻ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് പ്രാപിക്കാം. Let us be assured of our ഒരു eternal. വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകളെ Let me read one more verse and then conclude. 1 യോഹന്നാൻ 5:13 വാക്യം. 1 John 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിത്യജീവനുണ്ടെന്ന് ഉറപ്പുള്ള എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. Let us all be on our feet. We are going to worship the Lord right എത്ര now. വലിയ ദാനം! Oh, what a great gift! നമ്മൾ ആ നിത്യജീവൻ അവസാനം വരെ പിടിച്ചുകൊള്ളുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. So that we will be enabled to hold on to that faith. ഓർക്കുക, യേശുവിനെ കൂടാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേറെ മാർഗമില്ല. Without Jesus, there is no way to attain this eternal ദൈവത്തിന്റെ life. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും Anybody whomsoever believeth in me, നശിച്ചു പോകാതെ oh, that he won't be perished. സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. We believe that there is a heaven and നമ്മളെല്ലാവരും നരകയോഗ്യരായിരുന്നു. we all were deserving in the heaven. ആരോ നമ്മുടെ അടുക്കൽ വന്ന് ഈ സുവിശേഷം അറിയിച്ചു. Somebody came to us and shared the gospel. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കൂടെ ആയിരിക്കാം നമ്മൾ ഈ വാർത്ത ആദ്യം Or maybe it could be our parents. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ കൂടെ ആയിരിക്കാം Or നമ്മൾ maybe it would have been our Sunday school teachers. ദൈവദാസന്മാരിൽ കൂടെ ആയിരിക്കാം നമ്മൾ Or servants of God. ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം നമ്മളെ നിർബന്ധിക്കട്ടെ.
Oh, let the love of God encourage us. എല്ലാവർക്കും വേണ്ടി അവർ മരിച്ചിരിക്കുകയും He died for everybody. എല്ലാവർക്കും പാപസംബന്ധമായി മരിക്കുവാൻ കഴിയുമെന്നും Anybody can die by sin. ജീവിക്കുന്നവരിന് തങ്ങൾക്കായിട്ടല്ല, So that whosoever തങ്ങൾക്ക് lives, വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് we do not live for ourselves. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന്, Jesus died for everyone, മുഴു ലോകത്തിന് വേണ്ടി മരിച്ചുവെന്ന്, for the whole world, അമേരിക്കയിലുള്ള എല്ലാവർക്കും വേണ്ടി അവർ മരിച്ചുവെന്ന്, for everybody in America, ഭാരതത്തുള്ള 135 കോടി ജനത്തിന് വേണ്ടി അവർ മരിച്ചുവെന്ന്, for the 135 crore people in ലോകത്തിലെ India, 700 കോടി ജനങ്ങൾക്ക് വേണ്ടി അവർ മരിച്ചുവെന്ന് for all the billions on earth. നമുക്ക് കൺവിക്ഷൻ ഉണ്ടാകട്ടെ. We need to be convicted about നമ്മുടെ that. പ്രാർത്ഥനയുടെ അതിര് വിശാലമാകട്ടെ. Let our prayers നമ്മുടെ ദർശനത്തിന്റെ അതിര് വിശാലമാകട്ടെ. let our visions be enlarged. വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. Anybody who calls upon us will എന്നാൽ അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? without hearing. How നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഗുജറാത്തി ഇത് കേൾക്കട്ടെ. let the Gujarati who is living നമ്മുടെ beside us, അടുത്തുള്ള ആന്ധ്രാക്കാരൻ ഇത് കേൾക്കട്ടെ. those from Andhra, let them hear നമ്മുടെ it. അടുത്തുള്ള തമിഴ്നാട്ടുകാരൻ ഇത് കേൾക്കട്ടെ. From Tamil Nadu, let them hear it. നമ്മുടെ അടുത്തുള്ള അമേരിക്കക്കാരൻ ഇത് കേൾക്കട്ടെ. The American who is beside us, let him hear it. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് വിലയേറിയവരാണ്. Everybody is so precious. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. Let the love of God push us. ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. Oh, He sent His only Son for us. അവൻ ആർക്കും കടക്കാരനല്ലെന്ന് എഴുതിയ പാട്ടെഴുതിയ സ്നേഹിതനെ കഴിഞ്ഞ ദിവസം എനിക്ക് ടിവിയിൽ കാണാൻ കഴിഞ്ഞു. I saw the author of the song who wrote the song. He is not a debtor to anybody. ക്ലാസ്സിൽ ആ പാട്ട് പാടിയപ്പോ അദ്ദേഹം എന്റെ സ്നേഹിതൻ കൂടെയാണ്. സാം ജോസഫ്, കോട്ടയത്തിനടുത്ത് കുമരകത്തുള്ള ഒരു ദൈവദാസനാണ് ആ പാട്ട് എഴുതിയത്. Pastor Sam Joseph from Kottayam wrote that song. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിലെല്ലാം പ്രതിഫലവുമായി നമ്മുടെ യേശു വരാൻ പോകുന്നു. Whatever we do for the Lord is going to come with His reward. നിന്ന സഹിക്കുന്നവരുണ്ടോ, അപമാനം സഹിക്കുന്നവരുണ്ടോ, കഷ്ടത സഹിക്കുന്നവരുണ്ടോ, അതിലെല്ലാം പരിഹാരമായി യേശു വരുവാൻ പോകുന്നു. Is there anybody who suffers pain? God is going to come with എന്നാൽ His reward. അനേകർ നിത്യനരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ നമുക്ക് നമ്മുടെ ഹൃദയം നോവട്ടെ. But let our heart be pained when we see the sight that many are running towards hell. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. Let the love of God push us. നിങ്ങളുടെ